ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ് ദ ഗ്രൗണ്ട്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ് ദ ഗ്രൗണ്ട്. ബോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നതാണ് ചോദിച്ചത്. ഹൗ ലോങ് വിൽ ഇറ്റ് ബി ബിഫോർ ദ ബോൾ ഹിറ്റ് ദ ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി. യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അവിടെ നമുക്ക് യു എന്ന് കൊടുക്കാം, V0 എന്ന് കൊടുക്കാം. V0 ടി മൈനസ് ഹാഫ് എന്ന് പറയുന്നത് ആക്സലറേഷൻ തന്നെയാണ്. അതിനെയാണ് GT സ്ക്വയർ. ഈ ഇക്വേഷൻ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് പഠിക്കാനുണ്ട്, അതായത് ഇപ്പോൾ നമ്മുടെ ആക്സിലറേഷൻ ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിലാണ് എസ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി അല്ലെങ്കിൽ V0 ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇപ്പോൾ ആ ഒബ്ജക്റ്റ് മുകളിലേക്കല്ല പോകുന്നത്, സോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ആവും. അതായത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. പക്ഷേ ഈ കേസിൽ ബോള് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -G ആയിരിക്കും അല്ലേ. താഴേക്ക് വരികയാണെങ്കിൽ +G, മുകളിലേക്ക് പോകുകയാണെങ്കിൽ -G. സോ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. യു ടി അല്ലെങ്കിൽ V0 ടി എന്നുള്ളത് V0 ടി മൈനസ് ഹാഫ് AT സ്ക്വയർ ആയിരിക്കും. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് AT സ്ക്വയർ ആയിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. ടി എന്ന് പറയുന്നത് അറിയില്ല, എന്ന് കണ്ടുപിടിക്കേണ്ടത്. മൈനസ് ടു ഹാഫ്. ജി എന്ന് പറയുന്നത് 10 ആണ്. ടി സ്ക്വയർ അറിയില്ല, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എസ് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഹൈറ്റ് ഓഫ് ദി പോയിന്റ് ഫ്രം വേർ ദ ബോൾ ഈസ് ത്രോൺ. ബോൾ എറിഞ്ഞത് 25 മീറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എസ്സിനെ 25, മുകളിലേക്കല്ല പോകുന്നത്, അപ്പോൾ -25 എടുക്കാം. അപ്പോൾ -25 ഈക്വൽ 20 ഇൻറ്റു ടി മൈനസ് ഹാഫ് 10 ഇൻറ്റു ടി സ്ക്വയർ. ഇനി നമുക്കിത് ചെയ്യാനുണ്ട്. ഈ 2 10ൽ കട്ടായി പോവും, 5 ആവും. അത് നമുക്ക് ബുക്കിൽ ചെയ്യാം. -25 ഈക്വൽ ടു 20 ടി മൈനസ് 5 ടി സ്ക്വയർ ആണ്. അതിന് മുമ്പ് -25 ഈക്വൽ ടു 20 ഇൻറ്റു ടി മൈനസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ എന്നാണ്. 2 10ൽ 5 ടൈംസ്, അപ്പോൾ 20t മൈനസ് എഴുതി. 5 ഇൻറ്റു ടി സ്ക്വയർ 5t സ്ക്വയർ -25 ഇറക്കിയിട്ടു. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 20t പ്ലസ് 25 മൈനസ് 5t സ്ക്വയർ എന്നാവും ഈക്വൽ ടു 0. ഇനി ഇതിനെ തിരിച്ചിടുക. 20t പ്ലസ് 25 മൈനസ് 5t സ്ക്വയർ ഈക്വൽ ടു 0. നമുക്ക് എക്സ് സ്ക്വയർ പോലെയല്ല ഇത്. അപ്പോൾ ഇതിന് പ്ലസ് കിട്ടുന്ന രീതിയിൽ ഈ സൈൻ എല്ലാം ഓൾട്ടർ ചെയ്യുക. പ്ലസ് മൈനസ് ആവും, പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. അപ്പോൾ വേണമെങ്കിൽ ഇത് ആദ്യം വേണ്ട 2 സ്റ്റെപ്പായിട്ട് ചെയ്യാം. -20t മൈനസ് 25 പ്ലസ് 5t സ്ക്വയർ ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac ബൈ 2a ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് t ഈക്വൽ ടു 5 എന്നും t ഈക്വൽ ടു -1 എന്നും കിട്ടും. അപ്പോൾ ടൈം ഒരിക്കലും നെഗറ്റീവ് ആവില്ല, സോ ഇത് ക്യാൻസൽ ചെയ്യാം. ടൈം എന്ന് പറയുന്നത് 5 ആണ്. 5 സെക്കൻഡ് എടുക്കും ബോൾ ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യാൻ.